അതെ, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, അതുപോലെ തന്നെ ഒരു തക്കാളി, ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ നമ്മുടെ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ. ഇനിയുണ്ടല്ലോ, ഒരു കുക്കറിൽ 2 മുട്ട വെച്ച് കൊടുത്ത് ഒരു വിസിലടുപ്പിക്കുക. നമ്മുടെ മുട്ട വേഗത്തിൽ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉണക്കമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കുക. നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് സവാള, തക്കാളി ഇവ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ വഴണ്ട് വരണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് അളവിൽ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതിയാകും. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കണം കേട്ടോ. എന്നിട്ട് ആ വിസിൽ കംപ്ലീറ്റ് പോകുന്നിടം വരെ നമ്മൾ അടച്ച് തന്നെ വെക്കണം. അതിനുശേഷം തുറന്ന് നോക്കുക. നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇങ്ങനെ ചെറുതായി കീറിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നോക്കിയേ, നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തിരക്കുള്ള ലൈഫിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് തിരക്കുള്ള സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറി റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും